തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പെയിന്റ് കടയ്ക്ക് തീപിടിച്ചു. വിഴിഞ്ഞം തിയേറ്റർ ജംഗ്ഷനിലെ കടയ്ക്കാണ് തീപിടിച്ചത്. ഗോകുൽനാഥ് വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? എന്താണ് കാരണം? എത്രമാത്രം നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്? പക്ഷേ ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് തിയേറ്റർ ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഒരു പെയിന്റ് കട, അതായത് അർച്ചന എന്ന ആൾ നടത്തി വന്നിരുന്ന പെയിന്റ് കടയാണ് ഇത്തരത്തിൽ തീ പിടിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് തന്നെ പെയിന്റ് കടയോട് ചേർന്ന് തന്നെ ഒരു ഗോഡൌൺ കൂടെ ഉണ്ട്. ആ ഗോഡൌണും പൂർണ്ണമായിട്ട് കത്തി നശിച്ചെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വൈദ്യുത മീറ്റർ അടക്കം പൊട്ടിത്തെറിച്ചതായിട്ട് വിഴിഞ്ഞത്തു നിന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രദേശവാസികളടക്കം ആരോപിക്കുന്നത്. വൈദ്യുത മീറ്റർ പൊട്ടിത്തെറിച്ചാകാം എന്നുള്ളതാണ് നിലവിലത്തെ പ്രാഥമിക നിഗമനമായിട്ടുള്ളത്. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇത്തരത്തിൽ തീ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട്. ഗോഡൌണിലും അതുപോലെ തന്നെ പെയിന്റ് കടയ്ക്കും പൂർണ്ണമായിട്ട് ഏറെക്കുറെ 90% നിലവിൽ കത്തി അമർന്നിട്ടുള്ളത്. തലസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ തീപിടുത്തം ഒരു തുടർക്കഥയായിട്ട് മാറുന്നുണ്ട്. അത് പ്രധാനമായിട്ട് വർഷാരംഭമൊക്കെ കാലവർഷം അടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ വൈദ്യുത കേബിളുകളടക്കം ഉള്ളവയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്തായാലും മെയിൻ്റനൻസ് ഇല്ലാതെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് നിലവിൽ. എന്തായാലും ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങണം. മെയിൻ്റനൻസിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുള്ള നിലവിലത്തെ വാർത്തകളൊക്കെ തന്നെ അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ശരി ഗോകുൽ.